പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത ശ്രീ CR നീലകണ്ഠനാണ് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. നമസ്കാരം. അതായത് വലിയ ചർച്ചയായി മാറുകയാണ് വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം. ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ പുറത്തു വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഒരു വീടിന് 20 ലക്ഷം എന്നായിരുന്നു. ഇപ്പോൾ അത് 30 മാറി. അതുമാത്രമല്ല, കിഫ്കോൺ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇതിനൊരു മേൽനോട്ട ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? അല്ല, ഒന്നാമത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ അവിടെ ഇതുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് വലിയ പരാതി CPM നിരന്തരം പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാരെ വെട്ടിച്ചെങ്കിൽ അവരെ പിടിക്കണം, ഒരു സംശയമില്ല. പക്ഷെ കോൺഗ്രസ്സുകാർ അവരുടെ നാട്ടുകാരെ നിന്ന് പിരിച്ചതാണ്. ഇതല്ല, സർക്കാർ ഔദ്യോഗികമായി പിരിച്ച ദുരന്ത നിവാരണ ഫണ്ടാണ്. ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞു ദുരന്തം കഴിഞ്ഞിട്ട്. ഇപ്പോഴും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല. ഏതായാലും അതവിടെ നിൽക്കട്ടെ, കുറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. 1.5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള രേഖകൾ, 2 രേഖകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒന്ന്, നിയമസഭ ചോദ്യോത്തരത്തിന് നൽകിയ മറുപടി, രാജൻ നൽകിയ മറുപടി. മറ്റൊന്ന്, കിഫ്കോൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്, KIIFCON, കിഫ്കോൺ എന്ന് പറയുന്ന സ്ഥാപനത്തിന് 9 കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിനാ? അത് കൺസൾട്ടൻസി ആണോ, വേറെ എന്താണ് അവരുടെ ജോലി? ദുരന്ത നിവാരണ അതോറിറ്റിയാണല്ലോ അത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരാണല്ലോ അതിൻ്റെ ചുമതല. അവര് ഊരാളുങ്കലിനെ ഏൽപ്പിച്ചു എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ 9 കോടി ആർക്കാണ്? ഊരാളുങ്കൽ എന്നെ ഏൽപ്പിച്ചാൽ പിന്നെ ഊരാളുങ്കലല്ലേ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ചെയ്യുക. അതിന് കിഫ്കോൺ എന്ന് പറയുന്ന ഒരു ഏജൻസി, അവിടെയാണ് കളി. ആ കളി, ഒന്നാമത്തെ കളി എന്ന് പറയുന്നത് കിഫ്ബിക്ക് ഫണ്ട് വേണം. കിഫ്ബിയുടെ ഒരു അനുബന്ധ സ്ഥാപനമാണ് കിഫ്കോൺ. അത് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. കിഫ്ബിക്ക് ഫണ്ട് വേണം. കിഫ്ബിക്ക് ഫണ്ട്, ദുരന്ത നിവാരണത്തിൽ നിന്ന് കിഫ്ബിക്ക് ഫണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ആളുകൾ മറ്റേ കോഴിമുട്ട വിറ്റും മറ്റേ മാല വിറ്റും ഒക്കെ കൊടുത്തിട്ടുള്ള പൈസയത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്കും ഒക്കെ. ആ ഫണ്ട് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് വലിയ തോതിൽ ഇങ്ങനെ 9 കോടി രൂപ ചോർത്തുകയാണ്. അതാണ് സത്യം, ചോർത്തുകയാണ്. ഇവരെന്ത് പണിയാണ് ചെയ്തിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവരുടെ പേര് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? നിയമസഭാ മറുപടിയിൽ വന്നിട്ടുണ്ടോ കിഫ്കോണിന്റെ പേര്? ഇല്ലല്ലോ. അപ്പൊ ഇവർക്കൊരു 9 കോടി ഫ്രീ. അതും കഴിഞ്ഞു. ഇപ്പോൾ 20 ലക്ഷം രൂപയാണെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞത് പോലെ 20 ലക്ഷം രൂപ ഒരു വീടിന് സാമാന്യം നമുക്ക് മനസ്സിലാവും. 2000 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് നമ്മുടെ നാട്ടിലെ ഒരു വിലയാണ്. പക്ഷെ ഇപ്പൊ കേൾക്കുന്നു 30 ലക്ഷത്തിൽ കൂടുതലാണ്. 30 ലക്ഷത്തിൽ കൂടുതലെന്ന് മാത്രമല്ല, അത് വെറും സ്ട്രക്ചറിനുള്ള പൈസയാണ്. അതും അതിൽ എഴുതിയിട്ടുണ്ട്. ഊരാളുങ്കൽ 30 ലക്ഷം രൂപയ്ക്ക് 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കും. ബാക്കി പണിയൊക്കെ വീട്ടുകാർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫർണിഷിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊന്നും അതിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എവിടെയാണ് ഈ 3000 രൂപയ്ക്ക് സാധാരണ വീടാണ്? ഇതിപ്പോൾ പോഷ് ടൈലിട്ട് അല്ലെങ്കിൽ മറ്റേ ഫ്രഞ്ച് മാർബിളും അല്ലെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ഇട്ടുള്ള വീടൊന്നും അല്ലല്ലോ. സാധാരണ ഒരു വീടല്ലേ. 3000 രൂപ സ്ക്വയർ ഫീറ്റുള്ള ഇത് കേൾക്കുന്ന ഏതെങ്കിലും ആർക്കിടെക്റ്റുകളോ അല്ലെങ്കിൽ ഡിസൈനർമാരോ കൺസ്ട്രക്ടർമാരോ പറയട്ടെ, 3000 രൂപ കേരളത്തിൽ എവിടെയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് പൈസ ഉള്ളത്? 2000 രൂപ മനസ്സിലാക്കാം. അപ്പൊ ഊരാളുങ്കലിന്റെ ഒരു കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. ഊരാളുങ്കലിന് എന്ത് കൊടുത്താലും ആരും ചോദിക്കില്ല. ഊരാളുങ്കൽ സംബന്ധിച്ച് നിരവധി പരാതികൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെയുള്ള കോൺട്രാക്ടർമാരെക്കാൾ 10% കൂട്ടി കൊടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെയും കൂട്ടി കൊടുക്കും. അത് സംബന്ധിച്ച് ഊരാളുങ്കലിന് അങ്ങോട്ട് പൈസ പോകണമെന്നുള്ളതിനെ സംബന്ധിച്ചും പരാതികൾ വന്നിട്ടുണ്ട്. ഊരാളുങ്കലിന്റെ ലാഭം എങ്ങോട്ടാണ് പോകുന്നത്? സർക്കാരിന് വരുന്ന ലാഭം വേറെ. ഊരാളുങ്കലിന്റെ ലാഭം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സാധാരണ കോൺട്രാക്ടർമാർ റിഡക്ഷനിൽ എടുക്കുന്ന വർക്ക് പോലും ഇവർ എക്സസിൽ എടുക്കും. ഇപ്പോൾ 1 കോടി രൂപയുടെ വർക്ക് ബാക്കിയുള്ളവർ 70-80 ലക്ഷം രൂപയ്ക്ക് എടുക്കുമ്പോൾ ഇവർ 1 കോടി 10 ലക്ഷത്തിന് എടുക്കും. എന്നിട്ട് അതിന് എക്സസ് ചെലവ് ചെയ്യും. അങ്ങനെ എക്സസ് ചെലവ് ചെയ്ത്, പ്രത്യേകിച്ചും അവരുടെ പല കാര്യങ്ങളെക്കുറിച്ചും പരാതി വന്നിട്ടുണ്ട്. അവർ യന്ത്ര സാമഗ്രികൾ വാടകയ്ക്ക് എടുക്കുന്നത് വലിയ തോതിലാണ്. JCB അതുപോലെയുള്ള സംഗതികൾ, ക്രെയിൻ, ഇതിനൊക്കെ വാടകയ്ക്ക് എടുക്കുകയാണ്. വലിയ റേറ്റിനാണ്, കൂടുതലാണ് എടുക്കുന്നത്, മണിക്കൂറിനൊക്കെ. അത് വിൽക്കുന്നത് ചില വേണ്ടപ്പെട്ട ആളുകളാണെന്ന് വരെ പറയുന്നുണ്ട്. അതിന് വാടകയ്ക്ക് കൊടുക്കുന്നത് വളരെ രാഷ്ട്രീയമായി ഉയർന്ന ബന്ധമുള്ള ചിലരുടെ കയ്യിൽ നിന്നാണെന്ന് വരെ പരാതിയുണ്ട്. ഞാനിപ്പോൾ ആ പരാതിയിലേക്ക് പോകുന്നില്ല. എന്തായാലും നിൽക്കട്ടെ, 3000 രൂപ സ്ക്വയർ ഫീറ്റിന് വെച്ച് ഊരാളുങ്കൽ വീട് കൊടുക്കുന്നു. സ്ട്രക്ചർ മാത്രം അവർ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വാതിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കർട്ടൻ എന്തായാലും ഉണ്ടാവില്ല, അടുക്കളയിൽ സ്ലാബ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല, അതുപോലും അറിയില്ല, അതും വേണമെന്നില്ല, അലമാരി ഉണ്ടാവുമെന്ന് അറിയില്ല, ഇതൊന്നും വേണ്ടല്ലോ, സ്ട്രക്ചർ മാത്രമാണെങ്കിൽ. ഇനി ഫിനിഷ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും 3000 രൂപ സ്ക്വയർ ഫീറ്റിന് അങ്ങനെ ഒരു വീടിന് കൊടുക്കുന്നത് ചതിയാണ്, അത് കൊള്ളയാണ്. അപ്പോൾ അല്ലെങ്കിൽ അത് ടെൻഡർ വിളിച്ചു കൊടുക്കായിരുന്നു. ടെൻഡർ വിളിച്ചു കൊടുത്താലും കിട്ടുമൊക്കെ ചെയ്യില്ല. ഒരാൾക്കെല്ലാം എടുത്തോട്ടെ ടെൻഡർ.
ടെൻഡർ വിളിക്കുമ്പോൾ ഒരാളെങ്കിലും എടുക്കാമല്ലോ വേണമെങ്കിൽ. അപ്പോൾ അത് ചെയ്തില്ല. രണ്ടാമത്തെ വിഷയം, ഈ വീട് വേണ്ടാന്ന് പറഞ്ഞവരുണ്ട് ചിലർ. സ്ഥലവും വീടും വേണ്ട, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി, ഞങ്ങൾ എവിടെയെങ്കിലും പൊക്കോളാം. കാരണം ആ ഏരിയയിൽ ഇനി താമസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ബന്ധുക്കളൊക്കെ മരിച്ചു പോയവരായിരിക്കും, ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി അവരേതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിൽ പോയി താമസിക്കാനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ വീട് വയ്ക്കാനായിരിക്കും. അവരോട് പറയണത് എന്താ അറിയോ? സ്ഥലവും ഇല്ല വീടും ഇല്ല, 15 ലക്ഷം രൂപ വരും. അതിൻ്റെ കണക്കെന്താ? ഒരാളെങ്കിലും ഒരു വീട് വയ്ക്കാൻ 30 ലക്ഷം രൂപ കൊടുക്കാം. ഞാൻ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ എനിക്ക് 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ സ്ഥലം അടക്കം, വീട് വയ്ക്കാനല്ല, സ്ഥലവും വീടും അടക്കം. ഇതെന്താ കഥ? ഇതെങ്ങനെയാ അത് ശരിയാവണേ? ഇതൊരു വലിയ ചതിയുണ്ട്. ഊരാളുങ്കലിന് കാശ് കൊടുക്കുക, കിഫ്ബിക്ക് കാശ് കൊടുക്കുക. നമ്മുടെ ദുരന്ത നിവാരണം പോലും, പുനരധിവാസം പോലും ഇത്തരം കൊള്ളകൾക്കുള്ളൊരു വഴിയാവുന്നു എന്ന് ആളുകൾ പറഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞ വീട് 30 ലക്ഷം രൂപയാവുന്നു, ആരും അറിയാം. അതുകൊണ്ട് എന്നാൽ 30 ലക്ഷം രൂപ ഇവരൊക്കെ കൊടുത്താൽ അവരൊക്കെ പണി തന്നെ. ഞാൻ പറയുന്നത് 30 ലക്ഷം രൂപ 1000 സ്ക്വയർ മീറ്റർ വീട് ഞാൻ പണി എവിടെ പണി? കേരളത്തിൽ എവിടെ പണി? ഒരു പ്രശ്നമല്ലേ? ആർക്കും പണിത് കൊടുക്കാം, നല്ല വീട് പണിത് കൊടുക്കാം, കുറച്ച് ഫർണിഷിങ്ങും ചെയ്ത് കൊടുക്കാം, അത്യാവശ്യം ഫർണിഷിങ്ങും ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അതില്ല, സ്ട്രക്ചർ മാത്രമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇലക്ട്രിഫിക്കേഷനോ പ്ലംബിങ്ങോ ഒക്കെ വേറെ വരുമെന്നും നമുക്കറിയില്ല, എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ദുരന്ത നിവാരണവും പുനരധിവാസവും അതിലെ പൈസ ഒന്നും ഇങ്ങനെ ചിലവാക്കാൻ പാടില്ല. അത് എല്ലാവർക്കും കിട്ടുകയും വേണം. വീട് പോയവർക്ക് കിട്ടണം, ബന്ധുക്കൾ നഷ്ടപ്പെട്ടവർക്ക് കിട്ടണം. അതുകൊണ്ട് ഗവൺമെൻറ് ഈ പോളിസി പുനഃപരിശോധിക്കണം. കാരണം ഇങ്ങനെ അവർക്കൊക്കെ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെ പൈസ ചിലവാക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ വയനാട്ടിൽ കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥലം എടുക്കുന്ന ഡിലേ ആയി. കഴിഞ്ഞ ദിവസം അതിൻ്റെ അഡ്വാൻസ് കൊടുത്തു, രജിസ്ട്രേഷൻ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് CPM-ൻ്റെ ചില ആളുകൾ, പിന്നെ കൂടാതെ സൈബർ പോരാളികളെന്ന് വിശേഷിപ്പിക്കുന്നവർ കൂടി പറയുന്നത് ഇത് കാട്ടാന ശല്യമുള്ള പ്രദേശമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ സ്ഥലം സന്ദർശിച്ച KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റും വടകര MP-യുമായ ഷാഫി പറമ്പിൽ പറഞ്ഞത് കാട്ടാന ശല്യമല്ല അവിടെയുള്ളത്, കമ്മ്യൂണിസ്റ്റ് ശല്യമാണ്. നിങ്ങൾ ഈ ദുഷ്പ്രചരണം ഒന്ന് നിർത്തിത്തരൂ, ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തോളാം. ഈ CPM ചെയ്യുന്നൊരു നിലപാട്, പണ്ട് നാട്ടിൻപുറത്തൊരു ചൊല്ലുപോലെ നായിട്ട് തിന്നയില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കില്ല ഒരു നിലപാടല്ലേ CPM? ഈ ദുരന്തം കൂടി രാഷ്ട്രീയായുധമാക്കി മാറ്റാനല്ലേ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും വളരെ 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 ശരിയാണ്. കാരണം ആ പ്രദേശം കാട്ടാന ശല്യം, ഈ യഥാർത്ഥത്തിൽ വയനാട്ടിൽ കാട്ടാന ശല്യം ഇല്ലാത്ത പ്രദേശമില്ല. സുൽത്താൻ ബത്തേരിയിൽ കാട്ടാന വന്നിട്ടുണ്ട്, കൽപ്പറ്റയിൽ വന്നിട്ടുണ്ട്, മാനന്തവാടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഏതായി കാട്ടാന ശല്യം ഇല്ലാത്തൊരു സ്ഥലം? CPM ഒന്ന് കാണിച്ചു തരും. എത്ര മനുഷ്യരെ അവിടെ കൊന്നിട്ടുണ്ട്? അപ്പം മുനിസിപ്പാലിറ്റിയിൽ കാട്ടാന വരാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വേണമെങ്കിൽ വരാം. ഇപ്പോൾ സർക്കാർ ഇപ്പോൾ വെച്ചിട്ടുള്ള സ്ഥലം അവിടെ കാട്ടാന വരില്ല എന്ന് എഴുതി കൊടുക്കും. കാട്ടാനയായിട്ട് എഗ്രിമെന്റ് ഉണ്ടോ? വരില്ല എന്ന്. അങ്ങനെയില്ല. വയനാട്ടിൽ എവിടെ വേണമെങ്കിലും കാട്ടാന വരാം. ഞാൻ അതിനെ ശരിയാണ്. പക്ഷേ CPM പറയുന്നത് കോൺഗ്രസ് വാങ്ങിയ സ്ഥലത്ത് മാത്രമേ കാട്ടാന. ഇത്രയും കാലം കോൺഗ്രസ് സ്ഥലം വാങ്ങിയില്ല എന്നായിരുന്നു ഇവർ. ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ട പണി അവർ ചെയ്യണം, അവർ ചെയ്യട്ടെ, അവർക്ക് അത് അനുവദിക്കുക. ഇപ്പൊ കോൺഗ്രസ് എങ്ങാനും ഇനി വീട് വെച്ച് നൽകിയാൽ അത് CPM-ന് രാഷ്ട്രീയമായി പ്രശ്നമാവും എന്നാണ് അവർ കണക്കാക്കുന്നത്. ഇവർ ചെയ്യുന്ന സർക്കാർ ചെയ്യുന്ന മുഴുവൻ CPM ചെയ്യുന്ന പോലെയാണ്. സർക്കാരിന്റെ പണം CPM-ന്റെ പണമൊന്നുമല്ല. ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ നല്ല മനുഷ്യരും ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്, പുനരധിവാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് CPM-ന്റെ എന്തോ, പിണറായി വിജയൻ എന്തോ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അവിടെ പണിയണ മാതിരിയാണ് കാണിക്കുന്നത്. എന്നിട്ടും ഇത് എത്ര വൈകി എന്നുള്ള വേറെ ചോദ്യമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ രാഷ്ട്രീയ തർക്കങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. ഇപ്പോൾ കോൺഗ്രസ് 100 വീട് വെച്ച് കൊടുക്കട്ടെ, ലീഗ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ, CPM വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ, DYFI 100 വീട് വെച്ച് കൊടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ അവിടെ വീട് പോയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും പുനരധിവസിക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ ഈ കുതന്ത്ര രാഷ്ട്രീയം ഉപയോഗിക്കുന്നത് നല്ലതല്ല. അത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് കാണുമല്ലോ. നമ്മൾ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള പല വിവാദങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നോക്കിയാൽ അറിയാലോ. ഇപ്പോൾ സോളാർ പോലെയുള്ള ഒരു വിവാദം വന്നിട്ട് ഇപ്പോൾ അത് എവിടെ എത്തിയെന്നുള്ളതും എത്ര ദിവസം നമ്മൾ ആഘോഷിച്ചതാന്നുള്ളതും അവസാനം അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായെന്നുള്ളതും നമ്മൾ കണ്ടതല്ലേ. അപ്പം അതുകൊണ്ട് ഇത്തരം വിവാദങ്ങളിലേക്ക് പോവാതിരിക്കുകയാണ് ഭംഗി. വയനാടുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വയനാട് ദുരിത ഭൂമിയിൽ ഇത് സർക്കാർ ഇത്തരത്തിൽ നിരവധി ഒരു കണക്കില്ലാതെ ഈ ഊരാളുങ്കലിനെ സഹായിക്കുന്നു. ഇപ്പോൾ പുതിയൊരു ഏജൻസി വന്നിരിക്കുന്നു. ജനങ്ങളോട് പണം പിരിച്ച്, അതായത് വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെയും കേരളത്തിൻ്റെ പുറത്തുള്ള ജനങ്ങൾ കൈമെയ് മറന്ന് സഹായിക്കായിരുന്നു. കേരളത്തിൻ്റെ ഒരു പൊതു സമീപനമാണത്. ആ പണം പിരിച്ച അല്ലെങ്കിൽ പണം നൽകിയ ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമല്ലേ ഇപ്പോൾ സർക്കാർ എടുക്കുന്ന ഈ നിലപാട്? യഥാർത്ഥത്തിൽ പുനരധിവാസത്തിനായി ജനങ്ങൾ കൈമെയ് മറന്നു തന്നെയാണ് സംഭാവന കൊടുത്തിട്ടുള്ളത്. 1300 കോടി രൂപയോളം ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. ഇത് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിൽ എത്ര സർക്കാർ ഇതുവരെ ചെലവാക്കി എന്നുള്ളൊരു കണക്കൊന്ന് പുറത്തു വന്നു? ഇതുവരെ വിട്ടിട്ടില്ല.
നമ്മൾ ഏതാണ്ട് കണക്കാക്കുന്ന ഒരു 100 കോടി രൂപ കൂടുതലൊന്നും ചിലവായിട്ടില്ല. ഇനിയിപ്പോൾ അവർക്കുള്ള എല്ലാവർക്കും വീട് വെച്ച് കൊടുത്താലും ഒരു 300-400 കോടി രൂപ വരും. ബാക്കി കാശ് എന്തിനാ സർക്കാർ ചിലവാക്കണേ? സർക്കാർ പറയണ്ടേ? ഇതിൽ ഏറ്റവും പ്രധാനം സുതാര്യതയാണ്. സർക്കാർ പിരിച്ച ഫണ്ട്, ഇപ്പോൾ കോൺഗ്രസ്സുകാർ പിരിച്ച ഫണ്ട് തട്ടി എന്നുള്ള പരാതി ഉണ്ട്, ഓക്കെ, കണ്ടുപിടിച്ചോളൂ. പക്ഷെ സർക്കാർ പിരിച്ച ഫണ്ട് കൃത്യമായി കണക്ക് കൊടുക്കാൻ ആർക്കാ വിരോധം? സർക്കാർ ഇത്ര ഫണ്ട് പിരിച്ചു, സർക്കാർ അതിന് ഇത്ര ചെലവാക്കി, ഇപ്പൊ ഇത്രയുണ്ട്, ഇനി ബാക്കി ഇത്രയുണ്ട് എന്നൊക്കെ പറയാലോ. മാത്രമല്ല, ഒരു വീടിന് ഇപ്പൊ ഇത്രയും പറഞ്ഞു, എത്ര വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, എത്ര പേർ വീട് വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്, ഇപ്പൊ കണക്ക് കിട്ടുമല്ലോ. ഇനി പൊതു സൗകര്യങ്ങൾക്ക് അവിടെ എത്ര പൈസ ചെലവാക്കുന്നുണ്ട്, അവിടെ സ്കൂൾ നന്നാക്കാൻ പൈസ കൊടുക്കണം, യാതൊരു സംശയമില്ല. ചെറിയ ഓഫീസ് സൗകര്യങ്ങൾ വേണം. പക്ഷെ ബാക്കി എന്തിനാണ് പൈസ ചെലവാക്കുന്നത്? ഇനി എന്തിനാണ് പൈസ ചെലവാക്കുന്നത്? അപ്പൊ പൈസ ചെലവാക്കുന്നതിന്റെ സർക്കാരിന്റെ പൈസയുടെ കണക്ക് കൃത്യമായി ജനങ്ങളോട് ബോധിപ്പിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് ചെയ്യാതെ ബാക്കിയുള്ളവർ പിരിച്ച കാശ് എവിടെയെന്ന് ചോദിക്കുന്ന പോലെ പറയാൻ പറ്റില്ല. അപ്പൊ ഈ 1300 കോടി രൂപയിൽ എനിക്ക് തോന്നുന്നത് പുനരധിവാസത്തിന് ഒരു 200-300 കോടി കഴിഞ്ഞാൽ ബാക്കി ഇവരുടെ കയ്യിലാണ്. ഇവര് അല്ലാതെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ഈ കിട്ടിയ കാശ് പുട്ടടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആയിക്കൂടായില്ല. കാരണം അതുകൊണ്ടാണ് ഇപ്പൊ ഈ ക്രൈസിസ് വന്നിട്ടുള്ളത്.